അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ വിട്ടുപോന്ന പാരമ്പര്യത്തെയോ പഴയതിനെയോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഒരു വാണിംഗ് കർത്താവായി യേശു പറഞ്ഞിട്ടുണ്ട്. ലോത്തിന്റെ ഭാര്യയെ നോക്കിക്കൊള്ളണമെന്നല്ല, ഓർത്തുകൊള്ളണം. അവളെ കൊണ്ട് തിരിഞ്ഞു നോക്കരുത്, ഓർമ്മിച്ചു കൊള്ളണം. എന്താണ് ഓർക്കേണ്ടത്? തിരിഞ്ഞു നോക്കിയാൽ ഉപ്പുത്തൂണായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ സമർപ്പിക്കുമ്പോൾ പഴയതിനെ എല്ലാം വിട്ടുകളഞ്ഞിട്ട്, ഇല്ലാതാക്കി കളഞ്ഞിട്ട് ഒരു പുതിയ ജീവിത തുടക്കമായി നിന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു എങ്കിൽ, നിന്റെ ജീവിതത്തെ കർത്താവ് കയ്യിലെടുത്താൽ ഇന്നലെകളിൽ കണ്ടതല്ല ഇനി നിന്നിലൂടെ വെളിപ്പെടുന്നത്, ഇന്നലെകളിൽ ചെയ്തതല്ല ഇനി ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോകുന്നത്. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചിലത് നിന്നിലൂടെ ചെയ്യുവാണെങ്കിൽ നീ പഴയതിനെ മറന്ന്, അതിനെ വിട്ട്, അതിനെ ദൂരെ എറിഞ്ഞ്, അതിനെ യാഗമാക്കി ഇനി തിരിച്ചു പോകാത്ത നിലയിൽ എന്റെ ദൈവത്തെ അനുഗമിക്കുവാൻ നീ നിന്നെ സമർപ്പിച്ചാൽ, നീ തീരുമാനമെടുത്താൽ, നിന്നിൽ വ്യാപരിക്കുന്ന ആ പുതപ്പിന്റെ അഭിഷേകം ഇതുവരെയും കുടുംബക്കാർ കണ്ടിട്ടില്ലാത്ത, നാട്ടുകാർ കണ്ടിട്ടില്ലാത്ത, വീട്ടുകാർ കണ്ടിട്ടില്ലാത്ത, സ്തോത്രം, ആത്മീക സമൂഹം പോലും കണ്ടിട്ടില്ലാത്ത ചില വലിയ പ്രവർത്തികൾ എലീശായേ നിന്നിലൂടെ എന്റെ ദൈവം ചെയ്യുമെന്ന് പറയുകയാണ്.